നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സജന നൂർ, റസൂൽ പൂക്കുട്ടി, ദിയ സന ഈ മൂന്ന് പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വിവാദ ചർച്ചാ വിഷയമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ച റസൂൽ പൂക്കുട്ടി ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാൾ, കുടുംബ മഹിമയൊക്കെ എപ്പോഴും എടുത്തു പറയുന്ന ഒരാൾ, അത്തരം ഒരാൾ സജന നൂറുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു. സജന നൂറിൽ റസൂൽ പൂക്കുട്ടിയുടെ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുന്ന വാദപ്രതിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നതോടുകൂടെയാണ് ഇത് വലിയ വിവാദ വിഷയമായിട്ട് നിൽക്കുന്നത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾക്കതിൽ ഇടപെടാനൊന്നുമില്ല. അവർ പറയുന്ന വാദപ്രതിവാദങ്ങൾ അത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നുമില്ല. പക്ഷേ ഈ മൂന്ന് പേരുകൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് സജന നൂർ എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ മാസം നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് കണ്ട തന്റെ ചില പരാതികൾ താൻ അറിയിച്ചു എന്നും അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ റസൂൽ പൂക്കുട്ടിയാണെങ്കിലും സജനയാണെങ്കിലും ഒക്കെ ഇവിടുത്തെ ഭരണപക്ഷവുമായിട്ട് ഏറ്റവും അടുത്തറിയുന്ന ആളുകളാണ് എന്ന് വ്യക്തം. ഇത്തരം ആളുകൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നതിനേക്കാൾ ഉപരി ഇവർ ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികളെ കുറിച്ചാണ് ഇവർ പരസ്പരം ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കരിവാരി തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുക്കരുത്. കൃത്യമായിട്ട് ആഭ്യന്തരമന്ത്രി അടക്കം ഇടപെടേണ്ടുന്ന ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ കൂട്ടർ ഇത്തരത്തിൽ പരസ്പരം ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഇവരെ കുടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ കരിവാരി തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ വി.ഡി. സർക്കാരിന്റെ കാലത്ത് ശ്രമിക്കുന്ന ഏറ്റവും വലിയ ഒരു ലക്ഷ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല അധികാരത്തിലേറിയത് അന്ന് മുതൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ലഹരി മാഫിയ സംഘങ്ങളെ, മറ്റ് ഗോൾഡ് മാഫിയ സംഘങ്ങളെ, അതുപോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്ന എല്ലാവരെയും തൂത്തെറിയും എന്നുള്ള കാര്യം. എന്നാൽ ഇതേ പറയുന്ന ഭരണപക്ഷത്തിനോടടക്കം അടുത്തു നിൽക്കുന്ന ആളുകളും ഇതേ ആക്ടിവിറ്റികളിൽ ഉണ്ട് എന്നുള്ള പരാമർശമാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തെളിവുകൾ പുറത്തു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ പരാമർശിക്കുന്നത്. സജനയെ സംബന്ധിച്ച് സജന കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ തന്റെ സുഹൃത്തായിരുന്ന ഇപ്പോൾ തനിക്കെതിരെ സംസാരിക്കുന്ന ദിയ സനയ്ക്കെതിരെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതായത് ദിയ സന ലഹരി മാഫിയ സംഘവുമായിട്ട് ഡീലുള്ള അല്ലെങ്കിൽ ലഹരി കാരിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ഇതിന് മറുവശത്ത് ദിയ സന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രതികരണമായിക്കോട്ടെ, അത് സജന എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സജന എന്ന് പറയുന്ന യുവതി, റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി, ഇവരെല്ലാവരും തമ്മിൽ ഗോൾഡ് മാഫിയ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു ആരോപണമാണ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നിസാരമായിട്ടുള്ള ഒരു വിഷയമോ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമോ അല്ല, മറിച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ആരോപണങ്ങൾ. ഇതിന്റെ വസ്തുത എന്താണ് എന്നത് അറിയണമെങ്കിൽ ആഭ്യന്തര മന്ത്രി അടക്കം നേരിട്ടിടപെട്ട ഒരു നടപടി എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നാട് നന്നാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുക്കും മൂലയും അരിച്ചു പിറക്കുന്ന ആളുകൾ, അവർക്ക് കൂടെയുള്ള ആളുകൾ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും സജന നൂർ ഉന്നയിച്ചിരിക്കുന്ന ആ ഒരു ലഹരി കാരിയർ പരാമർശം ദിയ സനയ്ക്കെതിരെ നിൽക്കുന്ന സമയത്ത് പോലും ഒരു അന്വേഷണം ഇതിന് വന്നിട്ടില്ല. പക്ഷേ ആ കാര്യങ്ങൾ ഇവർ വളരെ ലാഘവത്തോടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ എപ്പോൾ നടപടി ഉണ്ടാകും എന്ന്, അല്ലെങ്കിൽ എപ്പോൾ കേസെടുക്കുമ്പോൾ ഒരു അന്വേഷണത്തിനെങ്കിലും ഉത്തരം വിടും എന്നുള്ളതാണ് ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സജനയ്ക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ദിയ സന രംഗത്തെത്തിയിരിക്കുന്നത്. സജന നൂറിനെ റസൂൽ പൂക്കുട്ടി ഈ തരത്തിൽ സ്വന്തം കുടുംബക്കാർക്ക് നാണക്കേടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും കൊണ്ടു നടക്കുന്നതിന്റെ ലക്ഷ്യം അത് മറ്റൊന്നാണ് എന്ന തരത്തിലാണ് ദിയ സന വ്യക്തമാക്കുന്നത്. പലവിധ നിയമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി റസൂൽ പൂക്കുട്ടി സജനയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന മുൻ ബിഗ് ബോസ് താരവും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ദിയ സന ചൂണ്ടിക്കാണിക്കുന്നത്. സജനയെ കാശ് മുടക്കി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയാണെന്നും അതിനെ കൃത്യമായിട്ട്
ചരട് വലിക്കുന്നത് റസൂൽ പൂക്കുട്ടിയാണ് എന്നുമാണ് ദിയയുടെ ഓൺലൈൻ ലൈവിലൂടെയുള്ള പ്രതികരണം. സജ്ന നൂർ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്നും അതിന്റെ തെളിവും ഓഡിയോയും തന്റെ കൈവശമുണ്ടോ എന്നുമാണ് ദിയ സനയുടെ ഇപ്പോഴത്തെ പ്രതികരണം. ദിയ സന പറയുന്ന വാക്കുകളിലൂടെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. റസൂൽ പൂക്കുട്ടിയുടെയും സജ്നയുടെയും അഹിതവും ഇരുവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളും റസൂലാണ് സജ്നയെ വിദേശത്തേക്ക് കാശ് മുടക്കി കൊണ്ടുവിടുന്നത്. ഒരിക്കൽ ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരാൻ വേണ്ടി സജ്നയ്ക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തത് റസൂൽ പൂക്കുട്ടിയാണ്. അന്ന് റസൂൽ പൂക്കുട്ടി സജ്നയുടെ കയ്യിൽ എന്താണ് കൊടുത്തു വിട്ടതെന്ന് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷമാണ് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയത്. ഏതോ ഒരു പെണ്ണ് തനിക്കെതിരെ പറഞ്ഞുവെന്ന് സജ്ന പറയുന്നത് കേട്ടു. ആ പെണ്ണ് പ്രശ്നമാണ് എങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ദിയ പറയുന്നു. പക്ഷേ ആ പെണ്ണിനൊപ്പമാണ് സജ്ന ഇപ്പോഴും നിൽക്കുന്നത്. സജ്ന ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ആ പെണ്ണ് ഗോൾഡ് കരിയർ ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. സജ്നയും അതിന്റെ ഭാഗമാണ് എന്ന് ദിയ പറയുന്നു. പ്രതിഫലവും പറ്റിയിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് ഉണ്ട്. ദുബായിൽ നിന്ന് സജ്ന അയച്ച ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. മോളെ, പേടിയാകുന്നു മക്കളെ, എന്നാലും ഞാൻ ഇത് കൊണ്ടുവരികയാണ് എന്നൊക്കെയാണ് അതിൽ സജ്ന പറയുന്നത്. സജ്ന സ്വർണ്ണക്കടത്ത് നടത്തിയതിന് പ്രൂഫുണ്ട്. കമ്മീഷണർ ഓഫീസിൽ പോയപ്പോൾ അവരെ എല്ലാം ഞാൻ കാണിച്ചതാണ്. റസൂലും സജ്നയും ഒരുമിച്ച് പോയി ഫിറോസ് ഖാൻ എതിരെയും സജ്ന ഒറ്റയ്ക്ക് പോയി ദിയ സന, ആൻമരിയ, വീണ നായർ എന്നിവർക്ക് എതിരെയും കേസ് കൊടുക്കുകയായിരുന്നു എന്നും ദിയ സന പറയുന്നു. ഫിറോസ് ഖാനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വോയിസ് റെക്കോർഡ് സജ്നയും ഷെഫീന ബീവിയും പുറത്തുവിട്ടത് ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് ദിയ ചൂണ്ടിക്കാട്ടി. ഞാൻ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിച്ചത് സജ്ന എന്ന സ്ത്രീയാണ്. അതിനുശേഷമാണ് ഈ സ്ത്രീക്കെതിരെ 2 വീഡിയോകൾ താൻ ചെയ്തത്. അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഫിറോസ് ഖാനുമായി ബന്ധപ്പെട്ട മൈനർ പെൺകുട്ടിയുടെ പോക്സോ കേസ്, അയാൾ അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ആ പെൺകുട്ടിയുടെ ഓഡിയോ സജ്നയ്ക്ക്, ഷെഫീന ബീവിക്കൊക്കെ അയച്ചു കൊടുത്തത് തെറ്റ്. ഷെഫീന ബീവിക്ക് ആ ഓഡിയോ സജ്ന അയച്ചു കൊടുത്തെങ്കിൽ അത് തെറ്റു തന്നെയാണ്. ഷെഫീന എന്ന സ്ത്രീ അത് പബ്ലിക് ചെയ്തതും തെറ്റ്. ആ മൈനർ പെൺകുട്ടിയുടെ പേര് വരെ അടങ്ങിയ ഓഡിയോയാണ് ആ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളെല്ലാം ഓർക്കേണ്ടുന്നത്. അതൊരു വലിയ കുറ്റം തന്നെയാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി നമ്മളോട് ഒരു പ്രശ്നം വന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ കുട്ടിയുമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഫിറോസ് ഖാനെ കൊടുക്കാനുള്ള ആയുധമാക്കിയിട്ട് ആ കുട്ടിയെ ഉപയോഗിച്ചു എന്നതാണ് സജ്ന ചെയ്ത തെറ്റെന്ന് ദിയ പറയുന്നു. സജ്ന നൂർ തന്നെയാണ് റസൂലുമായുള്ള ബന്ധം പരസ്യപ്പെടുത്തിയത്. തുടക്കത്തിൽ റസൂലിനൊപ്പമുള്ള കപ്പിൾ ഫോട്ടോയായിരുന്നു സജ്ന പുറത്തുവിട്ടത്. ശേഷം അടുത്തിടെ താൻ ഗർഭിണിയാണെന്ന വിവരം റസൂലിന്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തി സജ്ന പങ്കുവെച്ചതോടെ ഇരുവരുടെയും ബന്ധം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു. അതേസമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വിഷയം വിവാദമായപ്പോഴാണ് ദിയ സനയ്ക്കെതിരെ സജ്ന ചില കാര്യങ്ങൾ പരാമർശിച്ചത്. തൻ്റെ സുഹൃത്തായിരുന്ന സജ്നയോട് ഒരിക്കൽ ദിയ സന ചോദിക്കുന്നു തൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന്. അങ്ങനെ ദിയ സനയും ചില സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് സജ്നയുടെ വാടക വീട്ടിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് മാഫിയ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇതൊക്കെ കൊണ്ടാണ് താൻ ജീവിക്കുന്നത് എന്ന തരത്തിൽ, അതായത് ദിയ സന ഒരു ലഹരി മാഫിയ സംഘത്തിന്റെ ഒരു കാരിയർ ആണ് എന്ന തരത്തിൽ ഒക്കെയായിരുന്നു ഈ പറയുന്ന സജ്നയുടെ പരാമർശങ്ങൾ. പക്ഷേ ഇത്തരം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നിരുന്ന് പബ്ലിക്കായിട്ട് ഒരു കൂസലുമില്ലാതെ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും നമ്മുടെ സർക്കാരോ അധികാരികളോ അവരുടെ കണ്ണിലേക്ക് ഈ വിഷയം എത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് അത്ഭുതം. VD സതീശന് മുഖ്യമന്ത്രിക്ക് മുൻപിൽ അടക്കം എത്തിയ സജ്നയെ കുറിച്ചടക്കം ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി ഇത് തെളിയിക്കേണ്ടത് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. നമുക്കറിയാം, ലഹരി മാഫിയ സംഘങ്ങളെ തകർക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നത് രമേശ് ചെന്നിത്തല അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൂട്ടത്തിൽ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ചില ആളുകളുണ്ട് എന്നത് കൂടെ മനസ്സിലാക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു.
ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി എന്നാണ് രമേശ് ചെന്നിത്തല അഭിമാനത്തോടെ പറഞ്ഞത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഹരിപ്പാട് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കുട്ടികളെ ലക്ഷ്യമിട്ട് വിഷമരുന്നുകൾ അടങ്ങിയ മിഠായികൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന ഒരു ഫാക്ടറി തന്നെയാണ് പോലീസ് കാസർഗോഡ് നിന്ന് കണ്ടെടുത്തത്. ഒരാളിൽ നിന്ന് മാത്രം 18 കോടിയുടെ മയക്കുമരുന്നുകൾ കണ്ടെടുക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവരെയും ഗുണ്ടകളെയും പണ്ട് ജനങ്ങൾക്ക് പേടിയായിരുന്നെങ്കിൽ ഇന്നവരെ ജനങ്ങൾ തന്നെ പിടികൂടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ലഹരി മാഫിയയുമായി ബന്ധമുള്ളവർ എത്ര ഉന്നതരായാലും വെറുതെ വിടാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ പണക്കാരോ ആരായാലും ഇളവ് അനുവദിക്കില്ല. ലൈഫ് സ്റ്റാർ ഹോട്ടലുകളിൽ DJ പാർട്ടികളിലെ ലഹരി ഉപയോഗം അവസാനിപ്പിക്കാൻ പോകുന്നു. ലഹരി വേട്ടയ്ക്കായി തൂഫാൻ വണ്ടികളും നിരത്തിലിറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും പോലീസുകാർക്ക് ലഹരി മാഫിയയുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ അവിടെയും കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള ചില ആളുകളെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ ദിനമായിരുന്ന ഒരു ദിവസമായിട്ട് പോലും തൂഫാന്റെ ഭാഗമായിട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലഹരി വിരുദ്ധ ദിനമായ ഇന്നലെ മാത്രം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് അറസ്റ്റിലായത് 139 പേരെയാണ്. 127 കേസുകളാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത്. ഇവരിൽ നിന്ന് 270.5694 ഗ്രാം MDMA-യും 337.016 കിലോഗ്രാം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2.24 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം 25,780 ഗ്രാം MDMA-യുമായി മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് അരൂർ സ്വദേശി തട്ടാരം ചോല വീട്ടിൽ രതീഷനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നത്. അരൂരിലെ ദമ്പതികൾ ഉൾപ്പെട്ട ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്നാണ് സൂചന. ലഹരി കടത്ത് ഉപയോഗിച്ച് സ്കൂട്ടറും പിടിച്ചെടുത്ത് ഇയാൾ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഫെബ്രുവരിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം വെളിക്കാഞ്ചേരിയിൽ വീട്ടിൽ നിന്ന് 1 കോടിയുടെ MDMA പിടികൂടിയ കേസിലെ പ്രധാന പ്രതിയും ചേലമ്പ്ര സ്വദേശിയുമായ ജാസിർ എന്ന പുള്ളി ജാസിറിനെയും പോലീസ് പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരുവിലെ ഒളിത്താവളത്തിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 1.16 കിലോഗ്രാം MDMA ആണ് പിടികൂടിയത്. പിതാവ് അസീസ്, മാതാവ് മെറുനീസ, സുഹൃത്ത് ജലാവുദ്ദീൻ എന്നിവരെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാനിൽ ഇതുവരെ ഇത്തരത്തിൽ 4340 പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരം. പക്ഷേ ഇത്തരത്തിൽ കേരളത്തിന്റെ മുക്കും മൂലയും അരിച്ചു പിറക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന ഈ പറയുന്ന വാദപ്രതിവാദങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നടപടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ കൂട്ടത്തിൽ പറയാനുള്ളത്.